ലോകത്തിൻ മോഹങ്ങളാൽ വിരഞ്ഞോടിടുമെൻ പ്രിയരേ, നാശത്തിൻ കൂപമതിൽ വീഴാതേശു വിളിക്കുന്നിതാ. ലോകത്തിൻ മോഹങ്ങളാൽ വിരഞ്ഞോടിടുമെൻ പ്രിയരേ, നാശത്തിൻ കൂപമതിൽ വീഴാതേശു വിളിക്കുന്നിതാ. അധ്വാനിക്കുന്നവരെ, ഇന്ന് ഭാരം ചുമക്കുന്നോരേ, അധ്വാനിക്കുന്നവരെ, ഇന്ന് ഭാരം ചുമക്കുന്നോരേ, ആശ്വാസമേകുമവൻ, നിന്നെ ആശീർവദിക്കുമവൻ, സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. ലോകത്തിൻ മോഹങ്ങളാൽ വിരഞ്ഞോടിടുമെൻ പ്രിയരേ, നാശത്തിൻ കൂപമതിൽ വീഴാതേശു വിളിക്കുന്നിതാ. ആശയറ്റേവരുമേ, നിരാശ്രയരായവരേ, ആശയറ്റേവരുമേ, നിരാശ്രയരായവരേ, ആശ്രയമേകുമവൻ, നിന്റെ ആനന്ദദായകൻ താൻ. സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. ലോകത്തിൻ മോഹങ്ങളാൽ വിരഞ്ഞോടിടുമെൻ പ്രിയരേ, നാശത്തിൻ കൂപമതിൽ വീഴാതേശു വിളിക്കുന്നിതാ. തൽക്കാലമോദത്തിനായി സുഖഭോഗങ്ങൾ തേടുവോരേ, തൽക്കാലമോദത്തിനായി സുഖഭോഗങ്ങൾ തേടുവോരേ, നിത്യസന്തോഷത്തിനായി രക്ഷാദായകൻ ചാരേ വരൂ. സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. സ്നേഹമായി നിന്നെ വിളിക്കുന്നിതാ, യേശു വിളിക്കുന്നിതാ. ലോകത്തിൻ മോഹങ്ങളാൽ വിരഞ്ഞോടിടുമെൻ പ്രിയരേ, നാശത്തിൻ കൂപമതിൽ വീഴാതേശു വിളിക്കുന്നിതാ. ലോകത്തിൻ മോഹങ്ങളാൽ
ഇന്നത്തെ ധ്യാനത്തിനായി 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കൃത്യമായി നമ്മോട് പറയുന്നതായ ഒരു കാര്യം ലോകത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവേഷ്ടം ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. ലോകത്തെ സ്നേഹിക്കുകയും ലോകത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ദൈവേഷ്ടം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ ദൈവേഷ്ടത്തിനനുസരണമായി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ് പിതാവാം ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു കാര്യം, മനുഷ്യരൊക്കെ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഇച്ഛകൾക്കനുസരണമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്. എല്ലാവരിലും ഏറെക്കുറെ ആ സ്വഭാവമുണ്ട്, ലോകത്തെ സ്നേഹിക്കുന്നതായ ഒരു സ്വഭാവം. അങ്ങനെ ലോകത്തിൻ്റെ ഇച്ഛകൾക്കനുസരണമായി, ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരണമായി ജീവിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിലുണ്ട്. അതുകൊണ്ട് ലോകത്തെ വിശാലമായി നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകത്തെ വിശാലമായി കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകരാജ്യങ്ങളെ 4 നിലകളിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് വികസിത രാജ്യങ്ങളാണ്. എല്ലാ വിധത്തിലുള്ള വികസനങ്ങളും ധാരാളമായി അനുഭവിക്കുന്ന രാജ്യങ്ങളാണല്ലോ വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസാണ്. രണ്ടാമത്തേത് വികസ്വര രാജ്യങ്ങളാണ്, ഡെവലപ്പിംഗ് കൺട്രീസാണ്. മൂന്നാമത്തേത് അവികസിത രാജ്യങ്ങളാണ്. വികസനം എന്താണെന്ന് ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത, ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് അവികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത്. നാലാമത്തേത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായ ലോകരാജ്യങ്ങൾ. അങ്ങനെ 4 നിലകളിൽ വേർതിരിച്ച് ലോകരാജ്യങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം ലോകത്തെ സംബന്ധിച്ചുള്ളത് എൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലോകത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഓരോ ലോകമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നാം കാണുന്നതായ ആളുകൾ, നാം ഏർപ്പെടുന്നതായ വ്യക്തികൾ, ഒരുപക്ഷെ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നാം ഏർപ്പെടുന്ന മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ നാം കാണുന്ന അത്രയും ആളുകൾ ചേർന്നതായ ഒരു ലോകം നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരുമായി നാം എപ്പോഴും സംവദിക്കുന്നു, അവരുമായി നാം ഇടപെടുന്നു. അങ്ങനെ നമ്മുടേതായ ഒരു ലോകം നാം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാം കാണാത്തതായ ഒരു ലോകം നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ഒരു പക്ഷെങ്കിൽ അധോലോകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. നാം അറിയാത്ത ഒരു ലോകം നമ്മുടെ ഇടയിലുണ്ട്. ആ ലോകത്തിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അവിടെ ഒരു പക്ഷെങ്കിൽ നാം സാധാരണയായി കാണുന്ന ആളുകളൊക്കെ അതിലുണ്ടായിരിക്കാം. അതിൽ ഒരുപക്ഷെ അനേക കുറ്റവാളികളുണ്ടായിരിക്കാം. അതിൽ നാം അറിയാതെ സജീവമായി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ടായിരിക്കാം. അതൊരു അധോലോകമാണ്. അത് നമുക്കറിഞ്ഞുകൂടാ. ആ അധോലോകത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നാം അറിഞ്ഞുകൂടാ. അങ്ങനെ ലോകത്തെ പല നിലകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്തായിരുന്നാലും ദൈവവചനം നമ്മോട് പറയുന്നത് ലോകത്തെ നാം സ്നേഹിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ധാരാളം ആളുകളെ നാം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഇഷ്ടങ്ങളാണ് അവരുടെ ഇഷ്ടങ്ങൾ. എത്രമാത്രം പ്രതാപത്തിൽ ജീവിക്കാമോ, എത്രമാത്രം സുഖസൗകര്യങ്ങൾ അനുഭവിക്കാമോ, എത്രമാത്രം അവരുടെ ജീവിതത്തെ ആസ്വദിക്കാമോ, ആ നിലകളിലെല്ലാം ലോകത്തിൻ്റെതായിട്ടുള്ള നിലകളിൽ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന
ജീവിതത്തെ സന്തോഷമാക്കാൻ ആഗ്രഹിക്കുന്ന, ലോകത്തിൽ ജീവിതത്തെ ആസ്വദിക്കുവാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളെ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുകയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്നാണ്. ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. അതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല, ശാശ്വതമായിട്ടുള്ളതല്ല, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. താൽക്കാലികമായിട്ടുള്ള സന്തോഷം, താൽക്കാലികമായിട്ടുള്ള സ്വാതന്ത്ര്യം, താൽക്കാലികമായി അനുഭവിക്കുന്ന സുഖസമൃദ്ധി, ഇതൊക്കെയാണ് ലോകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിൻ്റെ പ്രതാപങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മനുഷ്യരിലധികവും. എന്നാൽ ആ പ്രതാപങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ലോകത്തിലെ സുഖസൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നതാണ് എന്ന് മനുഷ്യൻ കരുതുന്നില്ല. ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ ആഹ്ലാദവും ഒക്കെ നൈമിഷികങ്ങളാണ് എന്ന് കാണുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പിന്നാലെ പോയി ജീവിതം തകർത്തെറിഞ്ഞ ധാരാളം ആളുകളെ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമൃദ്ധി അനുഭവിച്ചിരുന്നതായ വ്യക്തികൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാത്തവരായി മാറ്റപ്പെട്ടു പോയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഒരു കാലത്ത് ജീവിതത്തിൽ വലിയ സന്തോഷം അനുഭവിച്ചിരുന്ന വ്യക്തികൾ പിൽക്കാലത്ത് സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലാണ്ട് ജീവിതം അവസാനിപ്പിച്ച ധാരാളം ചരിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ലോകത്തെ സ്നേഹിച്ച് ജീവിതത്തെ മുൻപോട്ട് പോകുന്ന വ്യക്തികളുടെ സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ നൈമിഷികങ്ങളാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയും ദൈവവചനത്തെ മനസ്സിലാക്കി അതിനനുസരണമായി ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സന്തോഷവും പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ലോകം തരാത്ത ഒരു സമാധാനവും സന്തോഷവും അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് ദൈവവചനം അവരെ സംബന്ധിച്ച് പറയുകയാണ്. അതുകൊണ്ട് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവേഷ്ടം ചെയ്യുന്നതായ ഒരു വ്യക്തിക്കാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത് അവർക്കാണ്. അവരുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാനിടയാകും. ദൈവം നൽകുന്നതായ ഒരു സമാധാനം, ദൈവം നൽകുന്നതായ ഒരു സന്തോഷം, ദൈവവചനം അവർക്ക് നൽകുന്നതായ ഒരാശ്വാസം, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ പിന്നാലെ സന്തോഷം തേടിപ്പോയ, സമാധാനം അന്വേഷിച്ചു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നൈമിഷികമായി അസ്തമിച്ചു പോകുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നതായ ഒരു ഉപമ ഈ സമയത്ത് പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുടിയനായ പുത്രനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമ്മെ അറിയിക്കുന്നതായ കാര്യം എന്താണ്? അവൻ തൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സ്വത്തും വിഹിതവും എല്ലാം വാങ്ങി അതെല്ലാം വിറ്റുപെറുക്കി ലോകത്തിൻ്റെ സമാധാനവും സന്തോഷവും അന്വേഷിച്ചു പോയതായ ഒരു വ്യക്തിയാണ്. അങ്ങനെ താൻ പോയി കഴിഞ്ഞ് തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നു. ആ പണം കൊണ്ട് താൻ സുഖിമാനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ധാരാളം കൂട്ടുകാർ തനിക്കുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ, കൂട്ടുകാരെല്ലാം അവനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവനെ അന്വേഷിക്കാൻ ഒരു വ്യക്തിയില്ലാതെയായി. അവൻ ഏകനായി തീർന്നു. അവൻ വിശപ്പ് കൊണ്ട് തളർന്നു എന്നാണ് നാം വായിക്കുന്നത്. അവസാനം ലോകം അവന് നൽകുന്നതായ ജോലി പന്നികളെ തീറ്റുക എന്നുള്ളതായിരുന്നു. പന്നികൾ തിന്നുന്നതായ തവിട് കൊണ്ട് തൻ്റെ വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അതുപോലും അവന് ലഭിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. തിരികെ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്നേഹവാനായ അപ്പൻ അവനെ സ്വീകരിച്ചു. അവന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തികളുടെ രീതി ഇതാണ്. അവർക്ക് ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും നൈമിഷികങ്ങളാണ്.
ഏറ്റവും പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവേഷ്ടം ചെയ്യുന്നവനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ദൈവം നൽകുന്നതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ളതായ സന്തോഷവും സമാധാനവും. പണത്തിൻ്റെ പിന്നാലെയോ പ്രതാപത്തിൻ്റെ പിന്നാലെയോ ലോകം നൽകുന്നതായ സുഖസമൃദ്ധിയുടെ പിന്നാലെയോ പോകുന്നതല്ല യഥാർത്ഥ അനുഗ്രഹീത ജീവിതം എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിലാണെങ്കിലും ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന അനുഗ്രഹീതമായ ജീവിതങ്ങളാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഈ വചനം നമ്മോട് സംസാരിക്കുവാനിടയാകട്ടെ. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ കാണുന്ന ലോകം നൽകുന്ന സമാധാനവും സന്തോഷവും ഒക്കെ നൈമിഷികമാണ്. പണം നൽകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നൈമിഷികങ്ങളാണ്. അതൊക്കെ പണത്തോടുകൂടി അവസാനിച്ചു പോകുന്നതാണ്. എന്നാൽ എന്നേക്കും ഇരിക്കുന്ന അനുഗ്രഹകരമായ സമാധാനപൂർണമായ സന്തോഷപൂർണമായ ജീവിതം ദൈവം നമുക്ക് നൽകുന്ന ജീവിതമാണ്. ദൈവവചനം നൽകുന്ന അനുഗ്രഹീതമായ സന്തോഷ സമൃദ്ധിയാണ്. ആ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ ആ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ലോകവും അതിൻ്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു എന്നുള്ളതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ലോകത്തിൻ്റെ സന്തോഷം തേടിപ്പോകാറുണ്ട്, ലോകത്തിൻ്റെ സമൃദ്ധി തേടി ഞങ്ങൾ പോകാറുണ്ട്, പണത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകാറുണ്ട്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ സന്തോഷ ജീവിതം എന്ന് പറയുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടവരായി അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണം. ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ അവർക്ക് നൽകി സഹായിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവെ, പ്രയാസമുള്ളവർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. സൗഖ്യം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകിയാട്ടെ. ക്ഷീണിതർക്ക് അവിടുന്ന് സമാധാനവും ആശ്വാസവും നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയവുമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.